കുവൈത്തിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായ സമയത്ത് മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെട്ട നളിനാക്ഷന്റെ ഭാര്യ ബിന്ദു നമുക്കൊപ്പം ചേരുകയാണ്. ചേച്ചി, അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മളെ ബന്ധപ്പെട്ടിരുന്നു അവരുടെ ഫ്രണ്ട് ബന്ധപ്പെട്ടിരുന്നു. ഐസിന്ന് വീഡിയോ കോൾ വഴി എനിക്ക് കാണിച്ചു തന്നിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ആരോഗ്യനില പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഉച്ച നമുക്ക് വരും, എന്നിട്ട് ഐസിന്ന് പുറത്തേക്ക് മാറ്റാനില്ല ആക്കുന്നു. ഇതിൽ എപ്പോഴാണ് ചേച്ചി ഈ സംഭവം അറിഞ്ഞത്? ഇത് സാധാരണ നമ്മളെ വിളിക്കുന്ന പോലെ വിളിക്കാതിരുന്നപ്പോഴാണോ? ഉച്ചക്കൊരു 12 മണിക്ക്, ഉച്ചക്ക് 12 മണിക്കാണ് ഞാൻ വിവരം അറിയുന്നത്. ഒരു ഫ്രണ്ട് വിളിച്ച്. നിങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ആ സമയത്ത്? ഇന്നലെ കിട്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ ഫ്രണ്ട് വിളിച്ചിരുന്നു. വല്ലാത്ത ഷോക്കായി പോയി. ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ. ഇനിയിപ്പോ നാട്ടിലെത്തിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ? അവര് ഓപ്പറേഷൻ കഴിഞ്ഞ് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. നളിനാക്ഷന്റെ സഹോദരൻ അദ്ദേഹം കൂടി നമ്മളൊപ്പം ചേരുകയാണ്. ചേട്ടാ, നാട്ടിലെത്തിക്കാൻ ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമെന്ന് പറയുന്നു. നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ പറഞ്ഞിരുന്നോ? നമ്മളത് ഇന്നലെ മുതൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അവരുമായിട്ട്. അപ്പോൾ സർജറിക്ക് ശേഷം ഡോക്ടർ അവരെല്ലാം ആയിട്ട് സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ വൈകിട്ട് സർജറി കഴിഞ്ഞു. ഇപ്പോഴും റൂമിലേക്ക് മാറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് പറയാനാണ് അന്ന് കിട്ടിയ വിവരം. ആരോഗ്യനില ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഇല്ല, ഇപ്പം മെച്ചപ്പെട്ട നിലയിൽ തന്നെ അന്നാണ് കിട്ടിയ വിവരം. ഇപ്പോൾ ലാസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പ് കിട്ടിയ വിവരം അങ്ങനെയാണ്. നിങ്ങളെ വിളിച്ചിരുന്നു? അവർ വീഡിയോ കോളിലൂടെ സംസാരിച്ചു? ഇന്നലെ സർജറി കഴിഞ്ഞ ഉടനെ അവർ അവിടെയുള്ള അവൻ്റെ സുഹൃത്ത് വീഡിയോ കോളിൽ സംസാരിച്ചില്ല. എനിക്ക് അവർ കാണിച്ചു തന്നു. അവർ ഫോണിൽ കൂടി ഉള്ളുന്ന് അവരുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ മിനിഞ്ഞാന്ന് ഈ സംഭവം അറിഞ്ഞെന്ന് വൈകിട്ട് ഒരു 6 മണിക്കാണ് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയത്. അന്ന് അദ്ദേഹം കുറച്ചേ സംസാരിച്ചുള്ളൂ. കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കേസുകളൊന്നുമില്ല, അങ്ങനെ മാത്രമേ സംസാരിച്ചുള്ളൂ. അപ്പോഴാണ് ആ സമയത്താണ് നമുക്കൊരു ആശ്വാസം വന്നത്, ആ സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ. അതുവരെ നമ്മളെല്ലാവരും പേടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്തായാലും നളിനാക്ഷൻ ഉടൻ നാട്ടിലെത്തണമെന്ന ഒരാഗ്രഹമാണ് കുടുംബം പങ്കുവെക്കുന്നത്. അരുൺ പാറക്കൽ, 24 ഒളവറ.